നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതെ ഇരുന്നിട്ടുള്ളൂ. നീതിമാനായവന്റെ വരവിനെ കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് ന്യായപ്രമാണം ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി നിങ്ങൾ പ്രാപിച്ചുവെങ്കിലും അത് നിങ്ങൾ പ്രമാണിച്ചിട്ടില്ല. ഇത്യാദി ദൈവ സത്യങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു പറയുമ്പോൾ ദൈവവചനത്തിന്റെ ആ വാഗ്ധോരണയ്ക്ക് മുൻപാകെ അവരുടെ പാപത്തിന്റെ വേരുകളെ തൊട്ടുകൊണ്ടുള്ള സ്തെഫാനോസിന്റെ കൃത്യമായിട്ടുള്ള ആ വാക്കുകളുടെ മുൻപിൽ ആ ജനം കാതുപൊത്തിക്കൊണ്ട് കല്ലുകളുമായി അവന്റെ നേരെ പാഞ്ഞെടുക്കുന്ന ചിത്രമാണ് കാണുന്നത്. അതിന്റെ ഫലമായി സ്തെഫാനോസിന്റെ ആ കല്ലേറ് നിമിത്തം അവന്റെ എല്ലുകൾ നുറുങ്ങി. ആ ദൈവപുരുഷന്റെ രക്തത്തുള്ളികൾ അവിടെ വീണ് ചിതറുകയാണ്. എന്നാലും ആ ചിതറി വീണ രക്തത്തുള്ളികളിൽ നിന്നും രൂപം കൊണ്ട ഒരു അഗ്നിജ്വാല പ്രിയ സ്നേഹിതരെ ദേശങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്ന ഒരു ചിത്രമാണ് നാം പ്രവൃത്തി പുസ്തകം 7-ാം അധ്യായം മുതൽ കാണുന്നത്. സ്തെഫാനോസിന്റെ മരണം ദൈവസഭയുടെ വളർച്ചാ സരണിയിൽ വലിയ ഒരു ആഘാതമായി, ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു എന്ന് മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് നാം നോക്കുമ്പോൾ തോന്നാമെങ്കിലും ദൈവപക്ഷത്ത് നിന്ന് നാം നോക്കുമ്പോൾ ഏതൊരു എതിരുകളാണോ, ഏതൊരു അലയാഴിയുടെ അലമാലകളാണോ ദൈവസഭയുടെ വളർച്ചയ്ക്കെതിരായി ഉയരുന്നത്, അതേ കൊടുങ്കാറ്റുകൾ ദൈവസഭയുടെ വളർച്ചയ്ക്ക് ഇന്ധനം പകരുന്ന, ദൈവസഭയുടെ ശക്തമായ മുന്നേറ്റത്തിന് കരുത്തു പകരുന്നതായി മാറുന്ന ഒരു ദൈവികമായ നിയോഗത്തിന്റെ ചിത്രമാണ് നാം ആദിമസഭയുടെ വളർച്ചയുടെ ഏടുകളിൽ, പ്രവൃത്തി പുസ്തകത്തിന്റെ വരുന്ന പേജുകളിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ഇങ്ങനെയാണ് ദൈവജനത്തിന്റെ ജീവിതത്തിലും പ്രതിസന്ധികൾ നമ്മെ തകർക്കും എന്ന് തോന്നാം. പക്ഷേ കഴുകനെ കുറിച്ച് പറയാറുണ്ടല്ലോ, വലിയ അർത്ഥമായ ഒരു കൊടുങ്കാറ്റടിച്ചുയരുമ്പോൾ മറ്റെല്ലാ പക്ഷികളും കൂടുകളിൽ അഭയം തേടാൻ നോക്കുമ്പോൾ കഴുകൻ മാത്രം ആ കൊടുങ്കാറ്റിന് നേരെ തന്നെ ചിറകുകൾ വിടർത്തിപ്പിടിക്കുകയാണ്. ഏതൊരു കാറ്റാണോ അവനെ തകർക്കുവാൻ ആഞ്ഞടിച്ചത്, അതേ കാറ്റ് അവനെ കാറ്റുകളില്ലാത്ത ഒരു മണ്ഡലത്തിലേക്ക് ഉയർത്തി ഉയർത്തി കൊണ്ടുപോവുകയാണ്. ഇതുപോലെയാണ് ദൈവസഭയുടെയും പ്രയാണം. ഏതൊരു തിരമാലകളോ കൊടുങ്കാറ്റുകളോ സഭയ്ക്കെതിരെ അടിച്ചാലും ഒരിക്കലും ദൈവത്തിന്റെ പ്രവൃത്തിയാകുന്ന ആ സുവിശേഷത്തിന്റെ ദൗത്യത്താൽ നയിക്കപ്പെടുന്ന ദൈവസഭയ്ക്ക് ഒരിക്കലും പിൻവാങ്ങുവാൻ സാധ്യമല്ല. അതിന്റെ പ്രയാണം എപ്പോഴും മുമ്പോട്ട് തന്നെയാണ്.